സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കത്തിജ്വലിക്കുന്ന നരക തീയെ സംബന്ധിച്ചാണ് നമ്മൾ ഒരു വിഷയമായിട്ട് പറഞ്ഞു വന്നത്. കുറച്ച് കാര്യങ്ങൾ നരകത്തെപ്പറ്റി നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും നരകമെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ധാരണ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാവും. കത്തിയാളുന്ന തീക്കുണ്ടാരമാണ് അത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നാം മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറമാണ് നരകത്തെ സംബന്ധിച്ച് നമുക്ക് അറിയാനുള്ളത്. നാം അറിഞ്ഞതൊന്നും നരകത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ വശം മാത്രമേ ആകുകയുള്ളൂ. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച്, നരകത്തിയെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു തരികയാണ്. സ്വർഗത്തെക്കുറിച്ച് ധാരാളം വിവരണങ്ങൾ ഖുർആൻ നൽകിയിട്ടുള്ളതുപോലെ തന്നെ നരകാഗ്നിയെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഖുർആനിൽ നാം പലപ്പോഴും ആ ആയത്തുകളും ആ അധ്യായങ്ങളുമെല്ലാം നാം ഓതിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ട്, മനസ്സിലാക്കാത്തതുകൊണ്ട് നമുക്ക് അത്ര അതിനെ സംബന്ധിച്ച് ഒരു ഭയം നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് സഹാബ കിറാമുകൾ, അവർക്ക് അറബി ഭാഷയിലാണല്ലോ ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നരകത്തിൻ്റെ കാര്യങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അവർ പൊട്ടി കരയുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നരകത്തിനെ സംബന്ധിച്ച് എത്ര വിവരിച്ചാലും, എത്ര വിശദീകരിച്ചാലും അത് ആ വിശദീകരണം മതിയാവുകയില്ല എന്നുള്ളത്, എത്ര തന്നെ നരകത്തെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞത്: ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ യാ റസൂലല്ലാഹ് വമാ റഅയ്ത ഖാല റഅയ്തുൽ ജന്നത വന്നാർ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി പറയുകയാണ്, ഞാൻ അറിഞ്ഞത്, മനസ്സിലാക്കിയത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലബകൈതും കസീറ ലളഹിക്തും ഖലീല, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, കുറച്ചു മാത്രമേ നിങ്ങൾക്ക് ചിരി വരികയുള്ളൂ. വലബകൈതും കസീറ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. സഹാബ കിറാമുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ റഅയ്ത, നബിയെ അങ്ങ് എന്താണ് കണ്ട കാഴ്ചകൾ
എന്താണ് മനസ്സിലാക്കിയത്, എന്താണ് കണ്ടറിഞ്ഞത് എന്ന് സഹാബികൾ നബിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗവും നരകവും കാണുകയുണ്ടായി. ഞാൻ സ്വർഗവും നരകവും കണ്ടു. നമുക്കറിയാം പ്രവാചകൻ യാത്ര പോയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുമായിട്ട് ആകാശാരോഹണം നടത്തിയത്, ഇസ്രാ മിഅ്റാജ് സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ ചുറ്റി കാണിച്ചു എന്നുള്ളത്. നരകത്തിലെ ചെറിയ ചെറിയ ശിക്ഷയുടെ സാമ്പിൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന രീതി പ്രവാചകൻ കണ്ടു മനസ്സിലാക്കി വന്നതുകൊണ്ടാണ് ഇപ്രകാരം നമ്മളോട് പറഞ്ഞു തന്നത്. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, കൂടുതൽ നിങ്ങൾ കരയുകയേ ചെയ്യുമായിരുന്നുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിലാണ് നരകത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് വിശദീകരണങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. നമ്മൾ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നാം അതിനെ ലൈലത്തുൽ ഖദ്റിൽ ഇറക്കിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അറിയുമോ? എന്നിട്ട് അള്ളാഹ് പറഞ്ഞ് അതിൻ്റെ ആ പൂർത്തീകരണത്തിലേക്ക്, അതിൻ്റെ ആ വലിപ്പത്തിലേക്ക്, അതിൻ്റെ ആ പ്രത്യേകതയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലൈലത്തുൽ ഖദ്ർ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി വിവരിച്ച് തരുന്നത് അങ്ങനെയാണ്. ചോദിക്കുകയാണ് അള്ളാഹ് ചോദിക്കുകയാണ് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, എന്താണെന്ന് അറിയുമോ? ഇന്ന് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണ്, പറയുകയാണ് സഉസ്ലീഹി സഖർ, അവരെ നാം വഴിയെ നരകത്തിലിട്ട്, സഖർ എന്ന നരകത്തിലിട്ട് അവരെ കരിക്കുന്നതാണ്. എന്നിട്ട് ചോദിച്ചു വമാ അദ്റാക മാ സഖർ, എന്താണ് സഖർ എന്ന് അറിയുമോ? ചെറിയ കാര്യമല്ല. സഖർ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ സഖർ എന്താണെന്ന് അറിയുമോ എന്ന് അള്ളാഹു ചോദിച്ചിട്ട് അള്ളാഹ് തന്നെ പറഞ്ഞു തരികയാണ്. അള്ളാഹു ഒരുക്കി വെച്ച അഗ്നിയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു തരികയാണ്, ലാ തുബ്ഖി വലാ തദർ, ലാ തുബ്ഖി വലാ തദർ, അത് ഒന്നും ബാക്കിയാക്കുകയോ വിട്ടുകളയുകയോ ഇല്ല, ഒന്നും ബാക്കി വെക്കത്തില്ല, നക്കി തുടച്ചു കളയും. നരകത്തി എന്ന് പറയുന്നത് അത് നക്കി തുളച്ചു കളയും, ഒന്നും ബാക്കി വെക്കുകയില്ല. ഇനി മരണപ്പെട്ടാലോ? നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. മരണപ്പെടുകയുമില്ല. അടുത്ത ഘട്ടം മാറി വരികയാണ്. എല്ലാ ആളുകളെയും അള്ളാഹു നരകം കൊണ്ട് കാണിച്ചു കൊടുക്കും. മനുഷ്യരായ എല്ലാവരെയും അള്ളാഹു വൈം മിങ്കും ഇല്ല വാരിദുഹ, അതിൻ്റെ ആ ചുറ്റുഭാഗവും എത്താത്തത് ആരും ഉണ്ടായിരിക്കുകയില്ല. ആ നരകം ഉണ്ടല്ലോ, ആ നരകത്തിന്റെ ചുറ്റുഭാഗത്തും മനുഷ്യരെ കൊണ്ട് നിർത്തും, അല്ലാഹു കാണിച്ചു കൊടുക്കും നരകം. വൈം മിൻകും ഇല്ലാ വാരിദുഹ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന്റെ ആ ഭയാനകത കാണിച്ചു കൊടുക്കുകയാണ്. ഇത് അല്ലാഹു പറയുകയാണ്, അത് അല്ലാഹുവിൻ്റെ തീരുമാനവും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്, അത് തീരുമാനിച്ചു വെച്ച കാര്യമാണ് എന്ന് അള്ളാഹു പറയുക. എന്നിട്ട് ആ നരകത്തിൽ നിന്ന് അള്ളാഹു ഈ മുത്തഖീങ്ങളായ ആളുകളെ പിന്നീട് സൂക്ഷ്മത പാലിച്ച് ജീവിച്ച, അള്ളാഹുവിൽ തഖ്വ വെച്ച് ജീവിച്ച, തഖ്വയോടുകൂടി ജീവിച്ച ആളുകളെ അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. ആ പരിസരത്തിൽ നിന്ന് അള്ളാഹു മാറ്റും. അല്ലാത്ത വനദറു ളാലിമീന
ഫീഹാ ജിസിയ. അക്രമികളായ ആളുകളെ മുട്ടുകുത്തിയവരായ നിലയിൽ അള്ളാഹു അവിടെ വിട്ടേക്കും. നോക്കുക, അക്രമികളായ ആളുകളെ അവരെ മുട്ടുകുത്തിയ നിലയിൽ, ജിസിയ ഫീഹാ ജിസിയ, അതിൽ മുട്ടുകുത്തിയവരായ നിലയിൽ അള്ളാഹു അവിടെ അക്രമികളെ അവിടെ തന്നെ വിട്ടേക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ അത്ര ഭയാനകമാണ് നരകത്തിൻ്റെ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒന്നും ബാക്കിയാക്കുകയില്ല. ലവ്വാഹത്തുൽ ലിൽ ബശർ, അത് തൊലി കരിച്ച് രൂപം മാറ്റിക്കളയുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ തൊലിയൊന്നുമല്ല അവിടെ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ കേട്ടതാണ്, ഒരു ചുമലിൽ നിന്ന് അടുത്ത ചുമലിലേക്ക്, നരകവാസിയുടെ ഒരു ചുമലിൽ നിന്ന് മറ്റേ ചുമലിലേക്കുള്ള ദൂരം 40 വർഷത്തെ ദൂരമാണ്. അപ്പൊ നരകത്തിന്റെ ആഴവും വലിപ്പവും ഒക്കെ വേറെ. അപ്പൊ അത്ര ഭീകരമാണ് എന്നാണ്. ആ തൊലിയാണ് കരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു. അപ്പൊ നമ്മളെ ഈ ബുദ്ധിയിലിട്ട് ഇങ്ങനെ ഒക്കെ ഇതാക്കാൻ നിൽക്കേണ്ട. നമുക്ക് എന്താണ്, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും, പക്ഷേ അള്ള പറയുന്ന കാര്യങ്ങളാണിത്. നമ്മളെന്ന് പറയുന്ന സൃഷ്ടിയെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചവനാണ് അള്ളാഹു. നമ്മളെന്ന് പറയുന്ന ഈ സൃഷ്ടിയെ എന്തെല്ലാം പ്രത്യേകതകളാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഓരോരുത്തരെയും വേർതിരിച്ച് മനസ്സിലാക്കുകയല്ലേ. എല്ലാം ഉണ്ട്, എല്ലാ മനുഷ്യർക്കും എല്ലാം ഉണ്ട്. പക്ഷേ ഫേസ് വ്യത്യാസം കണ്ടില്ലേ? എൻ്റെ രൂപമല്ല ഒരാൾക്ക്, അയാൾക്ക് ഉള്ള രൂപമല്ല മറ്റേയാൾക്ക്. അങ്ങനെ ലോകത്തെ എല്ലാവരെയും അള്ളാഹു എന്ത് ചെയ്തിരിക്കുക? വേർതിരിച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള അള്ളാഹു, അതേപോലെ തന്നെ അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ, നിങ്ങളെ സൃഷ്ടിക്കാനാണോ പ്രയാസം, അതോ ഈ ആകാശത്തെ സൃഷ്ടിക്കാനാണോ പ്രയാസം? അൻതും അശദ്ദു ഖൽഖൻ, ഏറ്റവും പ്രയാസം, ഏറ്റവും ബുദ്ധിമുട്ട് നിങ്ങളെ സൃഷ്ടിക്കാനാണോ, ഈ ആകാശ മണ്ഡലങ്ങളെ സൃഷ്ടിക്കാനാണോ പ്രയാസം? എത്രയോ വലിപ്പമാണ് ഓരോന്നിനും നിന്റെയും വലിപ്പം എത്രയാണ്? നാം കഴിഞ്ഞ ഖുതുബയിൽ കേട്ടു. ഈ നരകത്തിൽ എന്താണ് 14 ലക്ഷം ഭൂമി കൂടിച്ചേരുന്നതാണ് ഒരു സൂര്യൻ എന്ന് പറയുന്നത്. അപ്പൊ സൂര്യന്റെ വലിപ്പം എത്രയാണ്? ആ സൂര്യനെ എന്ത് ചെയ്യുന്നു അള്ളാഹു? നരകത്തിലേക്ക് ഇടുന്നു എന്നുള്ളതാണ്. ആ സൂര്യനെയും നരകത്തിലേക്ക് അള്ളാഹു ഇടുന്നു. അപ്പൊ നരകത്തിന്റെ ഭയാനകത അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇതെല്ലാം നമ്മൾ അറിയണം. അത്ര ഗൗരവമുണ്ട് ഈ നരകമെന്ന് പറയും. നമ്മളിങ്ങനെ കേട്ട് അങ്ങനെ പോയാൽ പോരാ, കേട്ടങ്ങ് പോയാൽ പോരാ, അതിങ്ങനെ കേട്ടുപോയാൽ പോരാ. അതിൽ നിന്ന് ഒരിക്കലും അതിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം, നമ്മൾ പരിശ്രമിക്കണം. അതിലേക്ക് എത്താൻ ഉള്ള ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ അറിയണം. അപ്പൊ എന്താണ്, തൊലി ഉരിച്ച് കളയും, രൂപം മാറ്റിക്കളയും. അലൈഹ 19, അതിന് 19 മേൽനോട്ടക്കാരുണ്ട്. ഒരു സംഖ്യ അള്ളാഹു പറയാൻ, അലൈഹ 19, അതിന് 19 മേൽനോട്ടക്കാരുണ്ട്. അപ്പൊ 19 പേരെന്ന് കേട്ടപ്പോൾ അന്നത്തെ അറബികളായ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഈ മുശ്രിക്കുകളായ ആളുകൾ, ഖുറൈശി നേതാക്കന്മാർ, അവർക്ക് ഇത് ഒരു പരിഹാസമായി തോന്നി. 19 പേരോ നരകത്തേക്കാക്കാൻ അത്രേ ഉള്ളോ എന്ന രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ അവരിൽ നിന്നും ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു, 17 പേരെ ഞാൻ നോക്കാം, ബാക്കി 3 പേരുടെ കാര്യം അല്ലെങ്കിൽ 2 പേരുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അവർക്കുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഈ അബൂജഹലിനുള്ള മറുപടി നൽകുന്നുണ്ട്. ഫൽയദ്ഉ നാദിയ സനദ്ഉ സബാനിയ, നിന്റെ സഭകളിലുള്ള ആളുകളെ നീ വിളിച്ചോ,
സനദുഉ സബാനിയ, ഞാൻ സബാനിയാക്കളെ, നരക കാക്കുന്ന നരകത്തിന്റെ ചുമതലകൾ വഹിക്കുന്നവരെ ഞാനും വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായികതൻ വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറൂ. അവിശ്വാസികൾക്ക് ഒരു പരീക്ഷണമാണ് ആ എണ്ണം എന്ന് പറയുന്നത്. ഒരു മലക്കിനെ തന്നെ ഈ മനുഷ്യർക്ക് നേരിടാൻ കഴിയില്ല. ഒരു മലക്കിനെ തന്നെ മനുഷ്യർക്ക് നേരിടാൻ സാധിക്കുകയില്ല. അത്ര വലിപ്പമാണ്. അർശ് ചുമക്കുന്ന മലക്കുകൾ, നരകം വലിച്ചു കൊണ്ടുവരുന്ന മലക്കുകൾ, അവരുടെയൊക്കെ രൂപവും പ്രകൃതവും ആകാര വലിപ്പം ഒക്കെ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ വലിപ്പം, അതിന്റെ വലിപ്പം ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്നെ പ്രവാചകൻ ആ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപം കണ്ടത്. എത്രയോ ഇങ്ങനെ ചിറകുകളുമായി നിൽക്കുന്ന ജിബ്രീലിനെ, മലക്കിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. അപ്പൊ അത്ര കഠിനന്മാരും ഗിലാദുൻ ഷിദാദുൻ, കഠിനന്മാരും പരുക്കന്മാരുമായ ആളുകളാണ് നരകത്തിന് മേൽനോട്ടക്കാരായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ദയാദാക്ഷിണ്യവും അവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അവരോട് നരകത്തിന്റെ ആ മലക്കുകളുടെ ഒരു അമീറുണ്ട് അവിടെ. ആ അമീറിനോട് ഇവർ വിളിച്ചു പറയും, നരകക്കാർ വിളിച്ചു പറയും, വനാദൗ യാ മാലിക് ലിയഖ്ലി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിസൂൻ. ഏ മാലിക്കേ, അവർ വിളിക്കുകയാണ് മാലിക്കേ. നരകത്തിന്റെ ഈ മലക്കുകളുടെ ഒരു നേതാവാണ് മാലിക്, നരകത്തിന്റെ പ്രധാന പെട്ട ആളാണ്. അദ്ദേഹത്തെ, ആ മലക്കിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ മാലിക് ലിയഖ്ലി അലൈനാ റബ്ബുക, നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് മരണം ഒന്ന് വിധിക്കാൻ പറയുക. മരണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇത് സഹിക്കുന്നില്ല, ഇത് താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. ഈ ശിക്ഷ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാലിക്കേ സഹായിക്കണം, നിന്റെ രക്ഷിതാവിനോട് ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ പറയുക എന്ന് പറയുമ്പോൾ ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവർ തന്നെയാണ്. ഒരു ദയയുമില്ല, ഒരു അനുകൂലമായ മറുപടിയുമില്ല. പറഞ്ഞതെന്താണ്? ഇന്നകും മാകിസൂൻ, നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവരാണ്, നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകം എന്ന് പറയുന്നത് മഹാവിപത്തിന്റെ ലോകമാണ്, അട്ടഹാസത്തിന്റെ ലോകമാണ്, നിലവിളിയുടെ, അട്ടഹാസത്തിന്റെ, വേദനയുടെ എല്ലാം ലോകമാണ്. അതും ഇവിടെയുള്ള ശിക്ഷകളും തമ്മിൽ നാം താരതമ്യം ചെയ്താൽ ഒന്നും ആവുകയില്ല. യൗമഇദിൻ ബിജഹന്നം, ആ നരകം, വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരും. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദി യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഓർത്തു പോകും, അപ്പോൾ ഓർക്കും. വഅന്നാ ലഹു ദിക്റ, അല്ലാഹു ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഓർമ്മകളൊക്കെ ഉണ്ടായത്? ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കൃത്യമായിട്ട് എല്ലാ മാർഗങ്ങളിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ സന്ദേശം പല വിധത്തിലും നിങ്ങൾക്ക് എത്തി. എന്നിട്ട് ഇപ്പോഴെവിടെ നിന്നാണ് ഓർമ്മ വന്നത്? യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ യഖൂലു, അപ്പോൾ അവൻ പറയുകയാണ്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, പടച്ചവനെ, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ. അല്ലാഹു പറയാണ്, യൗമഇദിൻ ലാ യുഅദ്ദിബുഹു, യൗമഇദിൻ ലാ യുഅദ്ദിബു, അല്ലാഹു അന്നേ ദിവസം അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല.
അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. ഇവിടെയൊക്കെ നമ്മൾ പരമാവധി ശിക്ഷ കൊടുക്കുന്നത് എന്താണ്? ഒരാളെ കൊന്നവനും 100 പേരെ കൊന്നവനും ഒരു മരണം വിധിക്കുക, അതോടുകൂടി കഴിഞ്ഞു. അത് പരിഹാരമാകുമോ? അത് ശിക്ഷയാകുമോ? ഒരാളെ കൊന്നവന് പകരം കൊല്ലാം, പക്ഷേ 99 പേര് പിന്നെയും 100 ആളെ കൊന്ന ആൾക്ക് 99 പേരുടെ കാര്യത്തിൽ എന്ത് നീതിയാണ് നമുക്ക് നൽകാൻ സാധിക്കുക? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ആ ശിക്ഷ അവിടെ നടപ്പിലാക്കുകയാണ്. കൃത്യമായ ശിക്ഷ നൽകുന്നവനാണ് അല്ലാഹു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരിക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഭയാനകമായ ഈ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ് വേണ്ടത്. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك. ഇവിടെയും അല്ലാഹു ചോദിക്കുകയാണ്, وما أدراك ما هي نار حامية. നമ്മൾ പലപ്പോഴും ഓതുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഖാരിയ. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, فأما من ثقلت موازينه, ആരുടെയെങ്കിലും തുലാസ് കനം തൂങ്ങുന്നുവോ? നമുക്കൊക്കെ ഒരു തുലാസുണ്ട്, അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ തുലാസിൽ നമ്മുടെ കർമ്മങ്ങളുടെ, നന്മകളുടെ, നാം ചെയ്യുന്ന നന്മകളുടെ തുലാസ് കനം തൂങ്ങിയാൽ അവൻ എന്തായി? ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്, അഥവാ സ്വർഗത്തിലാണ്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, എന്നാൽ ആരുടെയെങ്കിലും തുലാസിൽ കനം കുറഞ്ഞുപോയോ, നന്മകൾക്ക് പകരം തിന്മകളാണോ അവൻ ചെയ്തു കൂട്ടിയത് എങ്കിൽ അല്ലാഹു പറയുകയാണ്, ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയയാകുന്നു, അഥവാ അഗാധത്തിലുള്ള നരകമാകുന്നു. വമാ അദ്റാക, അല്ലാഹു ചോദിക്കുകയാണ്, വമാ അദ്റാക മഹിയ, എന്താണെന്നറിയുമോ? ഈ ഹാവിയ എന്താണെന്നറിയുമോ? നാറുൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന നരകമാണ്, ചൂടേറിയ അഗ്നിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരിക. അപ്പൊ സഹോദരങ്ങളെ, നരകം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നിസ്സാരമായി അങ്ങ് കേട്ടു പോകാനുള്ളതല്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും അതിന് ആ നരക തീയിലേക്ക് വരുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ വിട്ടുമാറി നിൽക്കുകയും വേണം. നാളെ പോയി അവിടെ നരകത്തിൽ പോയി വിലപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ദയയും ദാക്ഷിണ്യവും ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഭവനമാണ്, ഒരു പാതാളമാണ് നരകം എന്ന് പറയുന്നത്. അതിൻ്റെ വർണ്ണനകൾ, അവിടെ കൊടുക്കുന്ന ആഹാരം, അവിടെ കൊടുക്കുന്ന വസ്ത്രം, തീയിൻ്റെ വസ്ത്രം അണിയിക്കും. നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന ആള് അബൂ താലിബിന്റെ വിഷയത്തിൽ, അബൂ താലിബ് പ്രവാചകനെ ഏറെ തൻ്റെ പ്രബോധന രംഗത്ത് തന്നെ സഹായിച്ച വ്യക്തിത്വമാണ്. ആ അബൂ താലിബിനെ കുറിച്ച് ഒരിക്കൽ പ്രവാചകന്റെ മുമ്പിൽ അനുസ്മരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നാളെ പരലോകത്ത് എൻ്റെ ശുപാർശ അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടേക്കാം, അതുമൂലം അദ്ദേഹത്തിന് നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയുടെ ഭാഗത്തേക്ക് അള്ളാഹു അദ്ദേഹത്തെ മാറ്റിയേക്കാം. ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന ഭാഗത്തേക്ക്, അഥവാ നരകത്തിൻ്റെ ആ ശിക്ഷയുടെ രൂപം ചിലർക്ക് കണങ്കാൽ വരെ തീയായിരിക്കും, ചിലർക്ക് മുട്ടുകാൽ വരെ, ചിലർക്ക് അരവരെ, ചിലർക്ക് തൊണ്ടക്കുഴി വരെ ഒക്കെ ശിക്ഷയുടെ ആ തെറ്റുകളുടെ തിന്മകളുടെ കാഠിന്യമനുസരിച്ചുകൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കുകയാണ്. ആ അവസ്ഥയിൽ അബൂ താലിബിന് നൽകപ്പെടുന്ന നരകത്തിലെ കുറഞ്ഞ ശിക്ഷ, നരകത്തിലെ ഏറ്റവും ഉന്നത മുകളിലെ ഭാഗത്തെ ആ ഒരു ഭാഗത്തേക്ക് അബൂ താലിബിനെ നീക്കും.
എന്നിട്ടോ ആ ശിക്ഷയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ തലച്ചോർ തിളയ്ക്കുന്നുണ്ടാവും. നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയുടെ കാര്യമാണ് ഈ പറയുന്നത്. ആ ശിക്ഷ തന്നെ അദ്ദേഹത്തിൻ്റെ തലച്ചോർ തിളയ്ക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്നവർ അവൻ പറയുന്നതാണ്, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ശിക്ഷയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ആ മനുഷ്യൻ, ആ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യനാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നവൻ ഇപ്പോൾ ഞാനാണല്ലോ എന്ന് പറയുന്ന രംഗം. അപ്പൊ അത്ര കഠിനമാണ് സഹോദരങ്ങളെ നരകം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ ദുനിയാവിലെ തീ നമുക്കറിയാം, നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒന്ന് കൊണ്ടാൽ, അറിയാതെ ഒന്ന് സ്പർശിച്ചു പോയാൽ നമുക്ക് എത്ര അസഹ്യമാണ് നമുക്ക് അനുഭവപ്പെടുക. ഒന്ന് തീയിൽ അറിയാതെ ഒന്ന് ടച്ച് ചെയ്തു പോയാൽ, ഒന്ന് പിടിച്ചു പോയാൽ, ഒന്ന് ചവിട്ടിപ്പോയാൽ. എന്നാൽ പ്രവാചകൻ പറയുകയാണ്, ദുനിയാവിലെ തീനേക്കാൾ 70 ഇരട്ടി ശക്തിയാണ് നരകത്തിലെ തീക്ക് എന്നാണ്. അതിൽ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്നും ഒരു ഭാഗം മാത്രമേ ഇവിടെ ഈ ഭൂമിയിൽ അള്ളാഹു നൽകിയിട്ടുള്ളൂ. ബാക്കി 69 തീ മാറ്റി വച്ചിരിക്കുകയാണ്. നരകാഗ്നിയുടെ തീയാണത്. അപ്പൊ അത്ര കഠിനമാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ശരിയായ ഈമാൻ, ശരിയായ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം. നരകത്തിൽ നിന്ന് വരാതിരിക്കാൻ, നരകത്തിയിൽ എത്താതിരിക്കാനുള്ള മാർഗം എന്താണ് എന്ന് ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് നരകത്തിലേക്ക് വരാനുള്ള കാരണങ്ങളിൽ എണ്ണിയപ്പോൾ 50 മേലെ കാരണങ്ങൾ, ഓരോരോ കാരണങ്ങൾ, നരകത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന കാരണങ്ങൾ, 50 മുകളിൽ കാരണങ്ങൾ ഇങ്ങനെ എണ്ണി പറയുകയാണ്. അതിലേറ്റവും ഗുരുതരമായി പറഞ്ഞത് ഷിർക്കിന്റെ കാര്യമാണ്. ഷിർക്ക്, ബഹുദൈവ വിശ്വാസം. ബഹുദൈവ വിശ്വാസം ഉള്ളവനെ അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അത് ഖുർആൻ ഖണ്ഡിതമായി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനോട് പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കും, ഹറാമാക്കും. വമഅവാഹു അന്നാർ, അവന്റെ താമസ സ്ഥലം, അവന്റെ സങ്കേതം നരകമാക്കി അള്ളാഹു മാറ്റും. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായിയായിട്ട് ആരും തന്നെ ഇല്ല എന്ന് അള്ളാഹു പറയും. സഹോദരങ്ങളെ, ഈ ഷിർക്ക് ആയിക്കൊണ്ട് മരണപ്പെട്ടു പോയാൽ, അള്ളാഹുൽ പങ്ക് ചേർത്ത് കൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അവന് ഒരു കാലത്തും ഒരു വിധത്തിലുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അള്ളാഹു ചിലരെയൊക്കെ അവരുടെ ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, പക്ഷേ കുറെ തെറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചു പോയി എങ്കിൽ അള്ളാഹു അത്തരം ആളുകളെ നരകശിക്ഷയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ആ നരകത്തിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. അതൊക്കെ വലിയ ഹദീസുകളൊക്കെ ഉണ്ട്. ഒരു ഹയ എന്ന് പറയുന്ന നദിയിലേക്ക് ഇത് കരിക്കട്ടയാണല്ലോ, കൊണ്ടുവന്ന് ഈ ഹയ എന്ന് പറയുന്ന ആ നദിയിൽ മുക്കി എടുത്താണ് പിന്നെ ഇദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഇത്തരം ആളുകളെ. അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഷിർക്ക് സംഭവിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ തലപ്പാവും തൊപ്പിയും താടിയും എല്ലാം ധരിച്ച ആളുകൾ ഷിർക്ക് പരമായ വിശ്വാസങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ ജമാദുൽ ആഖിർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ആ റബീഉൽ ആഖിറിൽ ഇപ്പോൾ നമ്മുടെ ഖൗമ് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണ്?
ഷെയ്ഖ് ജീലാനി ദിനം ആചരിക്കുക, എന്നിട്ട് ഷെയ്ഖിന്റെ പേരിൽ ഒരു ബൈത്ത് കുത്തുബിയത്ത് ചൊല്ലുക. ആ കുത്തുബിയത്തിലെല്ലാം തന്നെ ഷിർക്കൻ വരികളാണ് എഴുതി വച്ചിരിക്കുന്നത്. മഴ വർഷിപ്പിക്കുന്നത് ഷെയ്ഖാണ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ് എന്ന് കൃത്യമായി ഖുർആൻ പറയുമ്പോൾ ഞങ്ങൾക്ക് മഴ തരുന്നവരെ, ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്ന ഷെയ്ഖേ, ഷെയ്ഖായവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകൾ കാണാം. ഇത് ഈ കൗമിന് ഇങ്ങനെ ചൊല്ലുകയാണ്, അർത്ഥമറിയാതെ ചൊല്ലുകയാണ്. അപകടം എന്താണ്? അള്ളാഹ് പൊറുക്കാത്ത പാപം ആണ്. അള്ളാഹുവിന് പകരക്കാരനെ ഉണ്ടാക്കുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ തെറ്റാണ് ആ ചെയ്യുന്നത്. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു ദംബി അഅ്ളം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ തിന്മ ഏതാണ്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നിരിക്കെ അവന് പങ്കാളിയെ നിശ്ചയിക്കലാണ് ഏറ്റവും വലിയ തിന്മ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ തിന്മ. നമ്മളൊക്കെ തിന്മ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താ? കൊലപാതകം, പിന്നെ കള്ളുകൂടി, വ്യഭിചാരം, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അള്ളാഹുവും പ്രവാചകൻ നമുക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ഷിർക്കാണ്. പക്ഷേ ആ ഷിർക്കിനെ കുറിച്ച് നമ്മൾ ലാഘവത്തോടുകൂടിയാണ് നമ്മൾ അതിനെ കാണുന്നത്. ഇങ്ങനെ കുത്തുബിയത്ത്, വീടുകളിൽ കുത്തുബിയത്ത് ചൊല്ലിക്കുക, എന്നിട്ട് 1000 വട്ടം പിന്നെ ഷെയ്ഖിനെ വിളിക്കുക, എന്നിട്ട് പിന്നെ ഓരോരോന്നും കൽബ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. അള്ളാഹു ആണല്ലോ ഹൃദയം കാണുന്നവൻ, അറിയുന്നവൻ. അള്ളാഹു അവൻ കട്ടുനോട്ടം അറിയുന്നവനും ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതുമെല്ലാം അറിയുന്നവൻ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഷെയ്ഖിനെ കുറിച്ച് പാടിപ്പറയുകയാണ്. യഥാർത്ഥത്തിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖ് അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫതഹുർ റബ്ബാനി, അതേപോലെ ഉനിയത്തു ത്വാലിബീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹുവിനെ മാത്രമേ നീ വിളിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? വഫീ ഖൽബിക കം ഇലാ, നിന്റെ ഹൃദയത്തിൽ എത്ര ആളുകളെയാണ് നീ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, എത്ര ദൈവങ്ങളെയാണ് നീ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നൊക്കെ ഈ പറയുന്ന ഈ പറഞ്ഞ ഷെയ്ഖിന്റെ പേരിലാണ് ഇത്തരം പിന്നെ പാട്ടുകൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. അത് കളവാണ്, ശുദ്ധ കളവാണ്. ഒരിക്കലും അദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഷിർക്ക് സംഭവിച്ചു ഇത്തരത്തിലുള്ള വിശ്വാസത്തോടു കൂടിയാണ് കബറിലേക്ക് കൊണ്ടുവെക്കുന്നതെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, ഭയപ്പെടണം, നമ്മൾ സൂക്ഷിക്കണം. ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഈ ഷിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു കഹ്ഫിലെ 29-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്, തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, പറയുക സത്യം നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ളതാണ്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ വിശ്വസിക്കട്ടെ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ കാഫിറായിക്കൊള്ളട്ടെ. കാഫിറാകാനും വിശ്വാസിയാകാനും അള്ളാഹു സ്വാതന്ത്ര്യം നൽകുകയാണ്. എന്നിട്ട് അള്ളാഹു നരകത്തിന്റെ കാര്യം പറയുകയാണ്, ഇന്നാ അഅ്തദിനാ ലിദ്ദാലിമീന നാറാ, അക്രമികൾക്ക് നാം നരകാഗ്നി ഒരുക്കി വെച്ചിട്ടുണ്ട്. അഹാത ബിഹിം സുറാദിഖുഹാ, അതിന്റെ കൂടാരം അവരെ വലയം ചെയ്യുന്നതാണ്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്ത ഇന്നത്തെ
ഇന്ന് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ള ആ സൂറത്തിൽ അള്ളാഹു പറയുകയാണ്, ഇന്നാ അഅ്തദിനാ ലിൽവാലിമീന നാറാ, അക്രമികൾക്ക് നാം നരകാഗ്നി ഒരുക്കി വെച്ചിട്ടുണ്ട്. അഹാത ബിഹിം സുറാദിഖുഹാ, അതിന്റെ കൂടാരം അവരെ വലയം ചെയ്തിരിക്കുന്നു. ആ ആളുകളെ, നരകക്കാരെ വലയം ചെയ്തിരിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ലി സുറാദിഖിന്നാർ അർബഅതു ജുദരിൻ കിസഫു കുല്ലി ജിദാരിൻ മിസ്ലു മസീറത്തിൻ 40 സന. ലി സുറാദിഖിന്നാർ, ഈ നരകത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞാൽ അർബഅതു ജുദരിൻ, അത് 4 ചുമരുകളാണ്. നരകത്തിന്റെ 4 ചുമരുകളാണ്. കിസഫു കുല്ലി ജിദാരിൻ മിസ്ലു മസീറത്തിൻ 40 സന. ഓരോ ചുമരിന്റെയും ഖനം, നരകത്തിന്റെ ആ ചുമരിന്റെ ഭിത്തിയുടെ ഖനം എന്ന് പറയുന്നത് 40 വർഷത്തെ വഴി ദൂരമാണ്. നോക്കുക എത്ര, പിന്നെ അതാ ആ നരകത്തിന്റെ ആ വലിപ്പവും വിശാലതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം, പഠിച്ചിട്ട് വേണം, മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പിന്നെ ചിന്തിക്കാൻ. ഇത് വേണോ, അതിലേക്ക് പോകണോ, എത്ര ആപൽക്കരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം ആദ്യം നമ്മളെ നമ്മുടെ തടിയെ രക്ഷപ്പെടുത്തുകയും ഒപ്പം നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളെയും ഭാര്യയെയും നമ്മുടെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണങ്ങളായ മക്കളെയും എല്ലാം ആ നരകത്തിയിൽ നിന്ന് നമ്മൾ കാക്കണം. അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം, കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല